ഒരു സ്ത്രീ മനസ്സിലാക്കണം, പുരുഷന് സ്ത്രീ ശരീരം കാണുമ്പോൾ സെക്ഷൽ സ്റ്റിമുലേഷൻസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സെക്ഷൽ സ്റ്റിമുലേഷൻ ഉണ്ടാവുന്നൊന്നുമല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്കൊന്നും ഉണ്ടാവുന്നില്ല, എനിക്കത് അറിയാൻ പറ്റുന്നൊരു കാര്യം. ഞാൻ ട്രെയിൻഡാണ് ഈ കാര്യത്തിൽ. ഒരു സ്ത്രീ ശരീരം കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് കാണുമ്പോൾ അങ്ങനെ സ്റ്റിമുലേഷൻ ഉണ്ടാവുന്ന മാൻഡേറ്ററി ഒന്നുമല്ല, ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. പുരുഷൻ്റെ ഒരു സൈക്കോളജി അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സെക്ഷൽ സൈക്കോളജിയൊക്കെ. ഇത് സ്ത്രീ മനസ്സിലാക്കിയാൽ സ്ത്രീ ഈ പുരുഷനെ വെറുതെ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യണ്ടെന്നൊന്ന് വിചാരിക്കുമ്പോൾ കുറച്ച് വ്യത്യാസം കൊണ്ടുവരാൻ പറ്റില്ലേ സ്ത്രീക്ക്? എന്നാൽ പുരുഷനും പണിയെടുക്കാനില്ല ഇതിൻ്റെ ഉള്ളിൽ. സ്ത്രീകൾ കുറച്ചൊക്കെ, ഇപ്പോൾ പുരുഷന് അരവരെ മാത്രം ഡ്രസ്സ് ഇട്ട് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനൊന്നും ഇന്നും ഷർട്ട് ഇടില്ല, ഒരു തോർത്ത് ഇങ്ങനെ തോളിലിട്ട് നടക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ പുരുഷൻ്റെ ശരീരം കണ്ട് സ്ത്രീകൾക്കൊന്നും അട്രാക്ഷൻ ഉണ്ടാവുന്നില്ലല്ലോ? ഉണ്ടാവില്ല. അതാണ് ഡിഫറൻസ്. ഓരോ വർഗത്തിനും ഓരോ തരം സ്പെഷ്യാലിറ്റീസ് ഉണ്ടല്ലോ. ഇത് പരസ്പരം പഠിപ്പിക്കണ്ടേ നമ്മൾ? പുരുഷൻ്റെ ഈ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാട്ടോ, സ്ത്രീയുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സ്ത്രീയുടെ ചില സാധനങ്ങൾക്ക് അത് സ്ലോലി സ്റ്റിമുലേറ്റ് ആവുള്ളൂ, അത് ആഴത്തിൽ ബാധിക്കുകയും ചെയ്യും സ്ത്രീയുടെ ചില ഇമോഷൻ. പക്ഷേ പ്രകൃതി പുരുഷനെ സ്റ്റിമുലേറ്റ് ചെയ്ത് സ്ത്രീയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഡിസൈൻഡ് അല്ലേ? ആണ്. അപ്പോൾ ഇത് സ്ത്രീ ഇത് ചെയ്യാതിരുന്നാലും പ്രശ്നമല്ലേ? നോക്കിയേ, പ്രകൃതിയുടെ നിയമവും സമൂഹത്തിൻ്റെ നിയമവും തമ്മിൽ വലിയ കോൺട്രഡിക്ഷൻ ഉണ്ട്. ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമം എന്തായിരിക്കും അറിയാം?